സമസ്തയിലെ തർക്കം മുറുകുകയാണ്. സമവായത്തിന് വിളിച്ചു ചേർത്ത യോഗവും പാളി. ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്? ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും. ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്ന് പങ്കെടുക്കേണ്ടവർ യോഗം ബഹിഷ്കരിച്ചു. അവർ പറഞ്ഞു മുഷാവറ യോഗത്തിന് ശേഷം മതി ചർച്ച എന്നും. ലീഗ് അനുകൂല വിഭാഗത്തിൽ നിന്ന് പങ്കെടുക്കാൻ തീരുമാനിച്ചവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആരൊക്കെയാണത്? അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, ഇ മൊയ്തീൻ ഫൈസി പുത്തനഴി, യു മുഹമ്മദ് ഷാഫി ഹാജി തുടങ്ങിയവരാണ് ലീഗ് അനുകൂല നിലപാട് സമസ്തയിലെടുക്കുന്നത്. അവർ പങ്കെടുക്കും എന്നറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്ന് പങ്കെടുക്കേണ്ടവർ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, മുസ്തഫ മുണ്ടുപാറ, കെ മൊയിൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ ചർച്ച പരാജയപ്പെട്ടു. ചർച്ച വീണ്ടും തുടരും എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് ചർച്ച വിളിച്ചു ചേർത്തത് എന്നോർക്കണം. അങ്ങനെ മുതിർന്ന നേതാക്കൾ വിളിച്ചു ചേർത്ത ചർച്ചയാണ് ഇപ്പോൾ ബഹിഷ്കരിക്കുന്നത് എന്ന് വെച്ചാൽ സമസ്തയിലെ ഭിന്നത എത്രമാത്രം രൂക്ഷമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, MT അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന മധ്യസ്ഥരായി നിൽക്കുന്നവർ. അങ്ങനെ മുതിർന്ന നേതാക്കൾ മധ്യസ്ഥരായി ഇരിക്കുന്ന യോഗത്തിലാണ് ലീഗ് വിരുദ്ധർ പങ്കെടുക്കാതിരുന്നത്. എന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതല്ല. അത് കേവലം ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ചർച്ച നടക്കും. ഇന്ന് വരാത്തവർ പിന്നീട് വരും. അസൗകര്യം കൊണ്ടാണ് വരാതിരുന്നത്. അവർ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. നേതാക്കൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അനുസരിക്കും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സംസ്ഥാന നേതാക്കളും ലീഗ് നേതാക്കളും തയ്യാറായത്. അതോടൊപ്പം നടപടി ഉണ്ടാകുമെന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്? അത് സംബന്ധിച്ച് എന്ന് തീരുമാനം യോഗത്തിലായോ എന്നറിയാനാണ് മാധ്യമപ്രവർത്തകൻ ആ ചോദ്യം ചോദിച്ചത്. എന്നാൽ നടപടിയുടെ കാര്യം സംബന്ധിച്ച് അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല. മുഷാവറയിൽ എന്തൊക്കെയാണ് ചർച്ച നടക്കുന്നത് എന്ന് പറയാനും കഴിയില്ല എന്ന നിലപാടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്വീകരിച്ചത്. എന്ന് വെച്ചാൽ നടപടി ഉണ്ടാകും എന്നും പറയുന്നില്ല, നടപടി ഉണ്ടാകില്ല എന്നും പറയുന്നില്ല. മുഷാവറയാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. എന്ന് വെച്ചാൽ ആർക്കെതിരെയായിരിക്കും മുഷാവറ നടപടിയെടുക്കുക എന്നതാണ് പ്രധാന പ്രശ്നം. ആ പ്രശ്നത്തിനുള്ള ഉത്തരം ഈ യോഗത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും തയ്യാറായത്. ലീഗ് വിരുദ്ധർ അവരുടെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. അവർ അതിൽ മാറ്റമില്ല. അതുകൊണ്ട് തന്നെയാണ് സമവായ ചർച്ച നടക്കും എന്ന് നേതാക്കൾക്ക് പറയേണ്ടി വന്നത്. വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. മുൻകാലങ്ങൾ വ്യത്യസ്തമായി ചെറിയ വ്യത്യാസങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് താഴെ തള്ളിയെത്തി യോഗങ്ങളായി, സമാന്തര കമ്മിറ്റികളായി, പ്രതിഷേധങ്ങളായി, അങ്ങനെ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായി. സമാന്തര കമ്മിറ്റികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആരും. താഴേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ കഴിയും. ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയും. അതൊക്കെ കഴിയും. അതിനുവേണ്ടിയാണ് ഇരുന്നത്. താഴെത്തട്ടിലേക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നും ഇപ്പില്ല. താഴെത്തട്ടിലേക്ക് പോകുന്നുണ്ട്. പരിഹരിക്കാൻ കഴിയാത്തതായ ഒന്നും ഇപ്പില്ല. ഒന്നുമില്ല. നേതാക്കളെടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നടപടി എന്തെങ്കിലും അല്ല, അതൊക്കെ നമ്മൾ ഇപ്പൊ പറയാൻ പറ്റില്ല. നടപടി ഉണ്ടാവോ? അതൊക്കെ നടപടി ഉണ്ടാവോ ഇല്ലേ? നമ്മൾ ഈ നടപടിയല്ലല്ലോ വലുത്. പരസ്പരം യോജിപ്പിക്കും. പിന്നെ എന്ത് നടപടിയാണ്? അതന്നെ പറഞ്ഞത്. അത് അവര് ഓരോരുത്തർക്കുള്ള നിഗമനം അനുസരിച്ച് പ്രവർത്തനത്തിനുള്ള ഒന്നും അത് ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളതിന് വേണ്ടതുപോലുള്ള തീരുമാനങ്ങളും അതിന് വേണ്ടതുപോലെ ആരെങ്കിലും നടപടി എടുക്കാൻ വേണ്ടിയുള്ളൊരു നടപടി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തെല്ലാം നടപടി എടുക്കുക. ആ നടപടി എടുക്കലല്ല നമ്മളെ നിലപാട്. അത് വിശാലമായിട്ട് കൂട്ടിപ്പിടിച്ചു പോകുക എന്നുള്ളതാണ്. സമസ്ത ഒറ്റക്കെട്ടായി പോകണമെന്നുള്ളത് സുന്നികളുടെ മാത്രം ആവശ്യമല്ല. അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത്. അതിനൊരു വീഴ്ച വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ഇന്നിവിടെ കൂടി. പിന്നെ വിട്ടുവീഴ്ച മനോഭാവമാണ് നമ്മുടെ അടിസ്ഥാനം. അത്രയാണ്. അത് മനസ്സിലാക്കണം. നടപടിയല്ല. അത് നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമാണ് ഏറ്റവും വലുത്. അച്ചടക്കം പ്രധാനമാണ്. അച്ചടക്കം നമ്മൾ പറയുന്നുണ്ടല്ലോ. അച്ചടക്കം ഉണ്ടാവും. അച്ചടക്കത്തിനെതിരായിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതോടുകൂടെ നേതൃത്വത്തിൽ എപ്പോഴും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതികൾ.
രണ്ട് കൂട്ടർക്കും പരാതി ഉണ്ടാകുമ്പോൾ രണ്ട് കൂട്ടരെ ഒരുമിച്ചിരുത്തിയിട്ടില്ല സംസാരിക്കേണ്ടത്. അപ്പോൾ ഒരു വിഭാഗം വരുമ്പോൾ മറ്റു വിഭാഗം അതാണ് അടുത്ത് ഇരുത്തി സംസാരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ മലയാളം മനസ്സിലായില്ലേ? ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായതുകൊണ്ട് വന്നില്ല, അടുത്ത് ഇരുത്തും എന്ന് പറഞ്ഞില്ല. ആ ഒരു ഡേറ്റ് തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞു. അതെ അതെ ആ അല്ല മുഷാവറിനൊക്കെ അതിൻ്റെതായ സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ. സംഘടന മുഷാവറല്ലേ, അപ്പൊ അതിന് പല ചർച്ചകളും ഉണ്ടാവും, പലതും ഉണ്ടാവും. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂലല്ലോ അതിലെന്താ ചർച്ചയുള്ളത്. അപ്പൊ പിന്നെ അന്ന് നിങ്ങൾക്ക് വാർത്ത ഉണ്ടാവില്ലല്ലോ. ഏത് അടുത്ത മീറ്റിംഗ് അല്ല, അത് എല്ലാരും സൗകര്യം അനുസരിച്ചുള്ള സ്ഥലത്ത്. 10 പേരെയാണല്ലോ വിളിച്ചിരുന്നത്. ഈ 10 പേർക്കും അസൗകര്യമായിരുന്നു. അല്ലെങ്കിൽ അല്ല, അത് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നമ്മൾ പറഞ്ഞില്ല. അസൗകര്യം 2 വർഷം എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ. ചിലർക്ക് അസൗകര്യം ഉണ്ടായാല് അവരെ പരിഗണിക്കുന്നവർക്ക് അതായത് ആ വരുന്ന ആളുകളിൽ നിന്നുള്ള ചിലർക്ക് ഉണ്ടായി, ചിലർക്ക് ഉണ്ടാവുമ്പോ എല്ലാവർക്കും വരാൻ പറ്റൂല. അപ്പൊ അവര് അങ്ങനെ അതാണ് ഉണ്ടായത്. ഉന്നത നേതൃത്വം എല്ലാം ഒഴിവാക്കി വരുമ്പോൾ ചെറിയ അസൗകര്യമൊക്കെ മാറ്റിവെച്ച് യോഗത്തിൽ പങ്കെടുക്കലല്ലേ മര്യാദ? അല്ല, മര്യാദ അങ്ങനെ രണ്ടും ആവാം. അതാണ് നമ്മളെ മോട്ടിവേഷൻ മനോഭാവമാണ് നമ്മളെ അടിസ്ഥാനം. നമ്മളോട് അവര് പറഞ്ഞിട്ടുണ്ട് അവരെ സംഗതികൾ. ഈ സംസ്ഥയിലെ ഭിന്നത മറ്റു ചിലർ മുതലെടുക്കുന്നില്ലേ? അത് എല്ലാത്തിലും ഭിന്നതയല്ല, അതിനെതിരുള്ളവരൊക്കെ മുതലെടുക്കും. അത് സ്വാഭാവികമാണ്. അത് മുതലെടുക്കാന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ലീഗിൽ ഭിന്നത ഉണ്ടെങ്കിൽ അത് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ മുതലെടുക്കും. സമസ്തയിൽ ഭിന്നത ഉണ്ടെങ്കിൽ മറ്റുള്ള, പക്ഷെ അങ്ങനെ ഭിന്നത ഇല്ലാതെ നമ്മൾ പറയണത്. ഓരോന്ന് ശ്രദ്ധിച്ചാൽ വലുതാക്കാതിരുന്നാൽ മതി. അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ അതിന് ശേഷം പറയേണ്ട സംഗതികളാണ്. ഇപ്പൊ പറയാൻ പറ്റില്ല. ശരി, മുക്കത്തിനെതിരെ നടപടി ഉണ്ടാകുമോ? അത് അതിലും വിട്ടുവീഴ്ചയായിരിക്കുമോ? അല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ നിങ്ങളോട്. നിങ്ങളിങ്ങനെ ഓരോ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. മുഷാവറിയിൽ അത് മുഷാവർ കഴിഞ്ഞതിന് ശേഷം ചോദിക്കാം. 2 പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയാണ് നടപടിയെടുക്കണം എന്ന് ഇരുഭാഗത്തു നിന്നും ആവശ്യമുയർന്നത്. ഒന്ന് PMA സലാമാണ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. മുസ്ലിം ലീഗാണ് നടപടിയെടുക്കേണ്ടത്. നടപടിയെടുക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ തയ്യാറായില്ല പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു PMA സലാം. ആ PMA സലാമും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ അടുത്ത കാലത്ത് അത്ര നല്ല സ്വരച്ചേർച്ചയിലില്ല. അതുകൊണ്ട് തന്നെ PMA സലാമിന്റെ സ്ഥാനം തെറിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ PMA സലാം മറുഭാഗത്തിന്റെ സംരക്ഷണം തേടി. എന്ന് വെച്ചാൽ MK മുനീർ, ET മുഹമ്മദ് ബഷീർ, KM ഷാജി തുടങ്ങിയവരുടെ സംരക്ഷണം തേടി അവരോടൊപ്പമാണ് ഇപ്പോൾ PMA സലാം നിൽക്കുന്നത്. അത് കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാതെ, PMA സലാമിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ ലീഗിന് കഴിയാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ചെയ്താൽ കുഞ്ഞാലിക്കുട്ടി തോൽക്കുന്നതിന് തുല്യമാകും എന്നർത്ഥം. അതേസമയം KM ഷാജിയും സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികളും നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട സമസ്തയിലെ പണ്ഡിതനുണ്ട്, ഉമർ ഫൈസി മുക്കം. അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്നാണ് ഇവരുടെയും ആവശ്യം. അങ്ങനെ ഇരുവിഭാഗവും നടപടി വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. എങ്കിൽ എന്തായിരിക്കും മുഷാവറ തീരുമാനിക്കുക? എന്തായിരിക്കും സമസ്ത തീരുമാനിക്കുക? അടുത്ത ബുധനാഴ്ച മുഷാവറ യോഗം നടക്കുന്നു. ആ യോഗത്തിൽ എന്തായിരിക്കും തീരുമാനം? അതാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രധാന സംഘടനയായ സമസ്തയിലെ അണികൾ ഉറ്റുനോക്കുന്നത്. അത് സമസ്തയിലെ പിളർപ്പിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗിനുണ്ട്, UDF-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്നത്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ മഹാഭൂരിപക്ഷം സമസ്തക്കാരാണ്. അതോടൊപ്പം മുസ്ലിം ലീഗില്ലെങ്കിൽ UDF ഇല്ല, കോൺഗ്രസ് ഇല്ല എന്ന അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടർമാരെയും സമസ്തയെയും ഒന്നിച്ചു നിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ആവശ്യമാണ്, UDF-ന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സമവായ ചർച്ചയ്ക്ക് തയ്യാറായി മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തിറങ്ങിയത്. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ട് എടുത്ത തീരുമാനങ്ങളുണ്ട്. പ്രത്യേക കൂട്ടായ്മ രൂപീകരിക്കുക, കാസിയായി പാണക്കാട് സാദിഖ് അലി തങ്ങൾ സ്വയം അവരോധിതനാവുക, ഈ കാര്യങ്ങൾ അത് സംബന്ധിച്ച് എന്താണ് തീരുമാനം എന്ന് വ്യക്തമാക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു വിഷയം. സമസ്തയെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തുക എന്നതാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ ലക്ഷ്യം. അതിലേക്ക് എത്തുമോ? അതിന് ലീഗ് വിരുദ്ധർ വഴങ്ങുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.